നമ്മുടെയൊക്കെ പ്ലാവിലും മാവിലൊക്കെ ചക്കയും മാങ്ങയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ചക്കക്കാലോ മാങ്ങക്കാലോ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ചക്ക നല്ല മൂത്ത ചക്കമൊക്കെ എടുത്തിട്ടുണ്ടേ, ചക്കപ്പുഴുക്കുണ്ടാക്കാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കുറച്ച് ചക്കക്കുരു കൂടി ഞാൻ അരിഞ്ഞിട്ടുണ്ട്, എന്നാലേ ചക്കപ്പുഴുക്കിനൊരു ടേസ്റ്റ് ആവുള്ളൂ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാവേ. നമുക്കൊക്കെ ഇഷ്ടം കുറയാത്ത രണ്ട് സാധനങ്ങൾ ഈ ചക്കയും മാങ്ങയല്ലേ. നമ്മളെ ചക്ക 2, 3, 4, 5 വിസിൽ കേട്ട് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൊച്ചുള്ളിയും വെളുത്തുള്ളി അരച്ച് കരിയേപ്പിലയും കൂട്ടി അരച്ച് അരപ്പുമായിട്ട് കൊടുത്ത് നല്ല രീതിക്ക് അടച്ച് അരപ്പൊന്ന് വേവിച്ചെടുക്കാവേ. നമ്മുടെയൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് മാവോ പ്ലാവോ ഇല്ലെങ്കിലും നമുക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരു തുണ്ടെങ്കിലും കിട്ടാതിരിക്കില്ലല്ലേ. അതൊരു സ്നേഹത്തിൻ്റെ സമ്മാനം കൂടിയാണ്. നിങ്ങൾക്കൊക്കെ ചക്കയും മാങ്ങയൊക്കെ കിട്ടി തുടങ്ങിയോ? അപ്പം നമ്മളെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ. ഇനി നല്ലൊരു വാഴയിലയിട്ട് നമുക്ക് ചക്കപ്പുഴുക്കങ്ങ് കഴിച്ചാലോ. കൂടെ അടിപൊളി മത്തിക്കറിയും, മത്തി മുളകിട്ട കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.